നമുക്കൊപ്പം അതിഥികളായി ശ്രീ റെജി ലൂക്കോസ് ഇടത് നിരീക്ഷകൻ, ഒപ്പം യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വൈശാൽ കല്ലാട്ട. വൈശാലാണ് നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പരാതിയുമായി പോയ യൂത്ത് കോൺഗ്രസ് നേതാവ്. ഇരുവർക്കും സ്വാഗതം റിപ്പോർട്ടറിലേക്ക്. ശ്രീ റെജി ലൂക്കോസിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് വൈശാലിന്റെ പരാതി എന്താണ് എന്നൊന്ന് കേൾക്കാം നമുക്ക്. ശ്രീ വൈശാൽ കല്ലാട്ട്, താങ്കളുടെ ഒരു പരാതി മാത്രമാണ് ഇതുവരെ ഉള്ളത്, അല്ലാതെ വേറെ പരാതികളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ തന്റെ പ്രതികരണം തുടങ്ങിയത് തന്നെ. ഇക്കാര്യത്തിൽ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കുന്നതിനാസ്പദമായിട്ടുള്ള തെളിവുകൾ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അതായത് ശബ്ദരേഖകൾ ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി താങ്കളുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ടോ, അതോ ആരോപണത്തിന് പുറത്തൊരു പരാതി കൊടുക്കുകയായിരുന്നു? ആരോപണത്തിൻ്റെ പുറത്ത് പരാതി കൊടുക്കുകയല്ല ഞാൻ ചെയ്തത്. കാരണം കൃത്യമായ തെളിവുകൾ ഞങ്ങൾ എടുത്ത് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ തെളിവുകൾ, അതിൻ്റെ സാധുത, അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് പരിശോധിച്ചു വരുന്നു. പക്ഷേ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴ ആരോപണം വളരെ ശരിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ വാർത്ത, ഈ ഒരു ആരോപണം കോഴിക്കോട് KB പ്രമോദ് എന്ന ആളുകൾ കോട്ടൂളിയിലെ, അതായത് കോഴിക്കോട്ടെ ടൗൺ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ KB പ്രമോദ്, അത് 60 ലക്ഷം രൂപ ചോദിച്ചു എന്നത് 6 മാസം മുമ്പ് നടന്നൊരു സംഭവമാണ്. ആ 6 മാസം മുമ്പ് നടന്ന് ഈ കാര്യം ഈ PSC അംഗമായി അദ്ദേഹത്തെ, ഈ പറഞ്ഞ കക്ഷിയെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ, ആ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ അവർ പണം തിരികെ ചോദിക്കുകയും പണം തിരികെ കൊടുക്കാത്ത പക്ഷം അവർ ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകുകയായിരുന്നു എന്നുള്ളതാണ്. ശ്രീ വൈശാൽ കല്ലാട്ട്, 60 ലക്ഷത്തിനാണല്ലോ PSC അംഗമാക്കാം എന്നുള്ള വാഗ്ദാനം കൊടുത്തത്. ഒടുവിൽ അത് നടന്നില്ല. നടക്കാതെ വന്നപ്പോൾ ആയുഷിലാക്കാമെന്ന് പറയുന്നു. അതും നടക്കാതെ വന്നപ്പോഴാണ് ഈ കൊടുത്ത 22 ലക്ഷം തിരിച്ചു വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ ദമ്പതികൾ മുന്നോട്ടേക്ക് വരുന്നത്. ഇത്രയുമാണ് നമ്മൾ കേട്ടത്. പക്ഷേ ഈ പരാതിക്കാർ ഇതുവരെ മുന്നോട്ടേക്ക് വന്നിട്ടില്ല. ഈ പരാതിയുടെ കോപ്പിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ പുറത്തേക്ക് വന്നിട്ടില്ല. ഈ നേതാക്കളുടെ പേരടക്കം, ഒരു MLA പേരടക്കം പറയുന്ന ഫോൺ കോൾ റെക്കോർഡ്സ് ഉണ്ടെന്ന് കേൾക്കുന്നു. അതും പുറത്തേക്ക് വന്നിട്ടില്ല. ഇതിലേതെങ്കിലും താങ്കളുടെ കയ്യിൽ വന്നിട്ടുണ്ടോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പരാതി? ശ്രീ വൈശാൽ കല്ലാട്ട്. അതെ സുജയ, ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് കേരളത്തിൽ ഭരിക്കുന്ന, അതായത് കേരളത്തിൽ 8 വർഷമായി ഭരിക്കുന്ന CPM എന്ന പാർട്ടിക്കെതിരെ ഏത് ആളുകൾക്കാണ് ഇന്ന് ഈ പൊതുസമൂഹത്തിൽ, അതല്ലെങ്കിൽ കേരള പോലീസിന് പരാതി നൽകുന്നതിനുള്ള ധൈര്യം ഉണ്ടാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം കേരള സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെല്ലാം രീതിയിൽ പാർട്ടി തലത്തിലുള്ള നടപടികൾ, പാർട്ടി ഏതെല്ലാം തരത്തിൽ അവരെ ആക്രമിക്കുക പോലും ചെയ്യും എന്നൊരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് കൃത്യമായി ഈ പരാതിയുമായി പോലീസിനെ സമീപിക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ടാണല്ലോ ഈ വിവരങ്ങൾ പലതരത്തിൽ പുറത്തേക്ക് വരുന്നത്. ഈ KB പ്രമോദ് എന്ന ആൾ ഇവിടുത്തെ മുഹമ്മദ് റിയാസ് എന്ന ഈ കോഴിക്കോട് നിന്ന്, ബേപ്പൂരിൽ നിന്ന് മന്ത്രിയായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ 10-15 വർഷക്കാലമായി വലങ്കൈയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ KB പ്രമോദ്. ആ KB പ്രമോദിനുള്ള ആരോപണം ഗുരുതരമായ ആരോപണമാണ്. അത് കൃത്യമായി യൂത്ത് കോൺഗ്രസ് ആ കാര്യം കൃത്യമായി പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനെതിരെ കൃത്യമായ അന്വേഷണം നടക്കണം. ഇത് ശ്രീ വൈശാൽ, ഞാൻ ചോദിച്ചത് ഈ 60 ലക്ഷം അല്ലെങ്കിൽ കൊടുത്ത എന്ന് പറയപ്പെടുന്ന 22 ലക്ഷം അത് കൊടുത്തു എന്നത് തെളിയിക്കുന്നതിന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭാഷണങ്ങൾ നടന്നു എന്ന് തെളിയിക്കുന്നതിന് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള രേഖ? വെറുതെ ഒരു വെള്ളക്കടലാസിൽ പരാതി എഴുതി കൊടുത്താൽ മാത്രം പോരല്ലോ വൈശാൽ. വെള്ളക്കടലാസ് പരാതി, ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആളുകൾ നമുക്ക് വിവരങ്ങൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ കൃത്യമായി ആ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇതിൻ്റെ കൃത്യമായ സാധുത ഉറപ്പുവരുത്തിക്കൊണ്ട് അത് പുറത്തുവിടുന്നതാണ്. അതിൽ യാതൊരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. കാരണം എന്താണ് കയ്യിലുള്ളത് വൈശാൽ? ഇക്കാര്യത്തിൽ സത്യം പുറത്തു വരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ആവർത്തിച്ച് ചോദിക്കുന്നത്. തെളിവുകളൊന്നുമില്ല എന്ന ഒരു ധൈര്യത്തോടെ പ്രതികരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെയും പാർട്ടി നേതാക്കളെയും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒന്നും പുറത്തേക്ക് വരാൻ പോകുന്നില്ല എന്ന ഒരു കോൺഫിഡൻസ് മറുഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, വൈശാലിന്റെ കൈവശം തെളിവുണ്ടോ? മുഖ്യമന്ത്രിയായിരുന്നാലും മറ്റ് ആളുകളായിരുന്നാലും ഒരു കാര്യം മനസ്സിലാക്കട്ടെ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ 8 വർഷക്കായി നടന്ന ഏതെങ്കിലും ഒരു അഴിമതി വിഷയത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അവർ അംഗീകരിച്ചിട്ടുണ്ടോ? എത്രയെല്ലാം അഴിമതികൾ നടന്നു, എന്തെല്ലാം കാര്യങ്ങൾ നടന്നു, ഏതെങ്കിലും കാര്യങ്ങൾ അവർ സമ്മതിച്ചു തന്നിട്ടുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ അത്തരം കാര്യങ്ങൾ സാധുതകളിലാണെന്ന് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. അവർ കേരളീയ മനസാക്ഷിയോട്, അല്ലെങ്കിൽ കേരളീയ സമൂഹത്തോട് അവർ 8 വർഷക്കാലവും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നും നിയമസഭയിലും അക്കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൃത്യമായിട്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ട സുജയ, കാരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് തിരുവനന്തപുരത്തൊക്കെ തന്നെ നമുക്കറിയാമല്ലോ, സെക്രട്ടേറിയറ്റ് മുന്നിൽ അവർ
നിരാഹാര സത്യാഗ്രഹവും മറ്റ് സമരങ്ങളും ഒക്കെ ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ പരീക്ഷ എഴുതുന്നതും PSC ഉദ്യോഗാർത്ഥികളുടെ കാര്യവും ഒക്കെ വേറെയാണ്. ഞാൻ ചോദിക്കുന്നത് 10-21 പേരുണ്ടല്ലോ PSC അംഗങ്ങളായി. ഞാൻ വരാം കേട്ടോ ശ്രീ റെജി ലൂക്കോസ്, താങ്കളിലേക്ക് വരാം. ഇതിനൊരു പരിഹാരമായിക്കോട്ടെ. ഇതിനൊരു വ്യക്തത വരുത്തിയിട്ട് ഞാൻ ശ്രീ റെജിയിലേക്ക് വരാം. ശ്രീ വൈശാൽ, എനിക്കറിയേണ്ടത് ഈ PSC അംഗമായി 60 ലക്ഷം രൂപ, അതൊരു വലിയ എമൗണ്ട് ആണ്. താങ്കൾക്കൊരു പക്ഷേ ചെറുതായിരിക്കാം, ഞാനൊരു വലിയ എമൗണ്ട് ആയിട്ടാണ് ഒരു പൊതുസമൂഹത്തിന്റെ ഇതെന്ന രീതിയിൽ പറയുന്നത്. 60 ലക്ഷം രൂപ കൊടുത്തൊരു PSC അംഗമായാൽ ആ അംഗമാകുന്ന ആൾക്ക് കിട്ടുന്ന സാധ്യതകൾ, അല്ലെങ്കിൽ ഈ 60-ൽ നിന്ന് കൂടുതൽ ഉണ്ടാക്കണമെങ്കിലാണല്ലോ ഒരാൾ 60 കൊടുത്ത് ഒരു പദവിയൊക്കെ സ്വന്തമാക്കുന്നത്. അതോ സമൂഹത്തിലെ ഒരു മേനി നടിക്കാനായിട്ടുള്ള ഒരു പദവി, അത് കാശ് കൊടുത്ത് വാങ്ങുക, അതാണോ ഇവിടെ നടന്നിരിക്കുന്നത്? ഈ ഡോക്ടർ ദമ്പതികളുടെ ഉദ്ദേശം എന്തായിരുന്നു വൈശാൽ? അതായത് ഈ സമയം ഇത് പാർട്ടിയുമായി അടുത്ത് ബന്ധപ്പെട്ട ആളുകളാണ് ഈ ഡോക്ടർ ദമ്പതിമാർ. ഈ ഡോക്ടർ ദമ്പതിമാർ ഇവർ പണം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അതേമാതിരി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഏതെല്ലാം തരത്തിൽ നിയമനത്തിൻ്റെ കാര്യത്തിൽ അഴിമതി ഉണ്ടാവും. കാരണം 60 ലക്ഷം രൂപ കൊടുത്താൽ അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ CPM ചെയ്യും. ആ CPM ജില്ലാ കമ്മിറ്റിയൊക്കെ തന്നെ ആ തരത്തിലാണ് ആളുകളെ CPM നോമിനേറ്റ് ചെയ്യുന്നത്. കാരണം ഈ 60 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് അവരെ നിയമിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് എങ്ങനെ ഈ പണം തിരിച്ചു പിടിക്കാം, ആ പണം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം, അവർക്ക് കൃത്യമായ രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെ ഇത്തരത്തിലുള്ള ആളുകളെ പണം വാങ്ങി നിയമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നിയമനം കൊടുക്കുന്നതിന് ഇത്രയും ഒരു സാധ്യതകളുള്ള ഒരു പദവിയാണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ അതിന് 60 ലക്ഷം വാങ്ങിച്ചാൽ മതിയോ? പ്രത്യേകിച്ചും ഒരുപാട് പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഒരു പാർട്ടി 60 ലക്ഷം വാങ്ങിച്ചാൽ മതിയോ വൈശാൽ? അല്ല, അതിനെ സംബന്ധിച്ച് ഞാനല്ലല്ലോ പറയേണ്ടത്. അതിനെ സംബന്ധിച്ച് നിങ്ങൾ KV പ്രമോദും മറ്റുള്ള CPMൻ്റെ ജില്ലാ സെക്രട്ടറിയോട് നിങ്ങൾ ചോദിക്കുക, എത്രയാണ് അവർ വേണ്ടത്, അവരാണ് നിശ്ചയിച്ചിട്ടുണ്ടാവുക. ഞാനല്ല അതിന് ഉത്തരം പറയേണ്ടത്. അപ്പോൾ ഈ 60 ലക്ഷം നിശ്ചയിച്ചു, 22 ലക്ഷം വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയുമായി പോലീസിന് മുന്നിലേക്ക് പോയ ആൾ താങ്കളാണ്. അപ്പോൾ 60 ലക്ഷത്തിന് ഒരു കച്ചവടമാണ് നടക്കുന്നത്. ആ കച്ചവടത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണമല്ലോ ഒരു പരാതി കൊടുക്കുന്നതിനായി. ഇപ്പോൾ നമുക്ക് ഒരാൾക്കെതിരെ പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾ നടത്തിയ കച്ചവടം എന്താണ്, ആ കച്ചവടത്തിനുള്ള പണമിടപാട് നടന്നത് എങ്ങനെയാണ്, ഈ പണമിടപാട് നടന്നു, അങ്ങനെ ഒരു കച്ചവടം നടന്നു, മുൻപും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്നത് ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ ഇന്ന വ്യക്തികളെ ചൂണ്ടിക്കാട്ടിയാണ് ഈ കച്ചവടം നടന്നത് എന്നതിനൊക്കെ കൃത്യമായി നമ്മുടെ പക്കൽ എന്തുണ്ട് എന്ന ചോദ്യം തിരിച്ചു വരുമ്പോൾ മുഖ്യമന്ത്രി അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടെയാണ് നിയമസഭയിൽ ചോദ്യങ്ങളെ നേരിട്ടത്. ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് തന്നെ മുഖ്യമന്ത്രി തറപ്പിച്ചു പറയുകയാണ്. അവർക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട് വൈശാൽ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ആ കോൺഫിഡൻസ് വൈശാലിനും കോൺഗ്രസിനും ഉണ്ടോ? വൈശാലിനും കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ആ കാര്യത്തിൽ കൃത്യമായ കോൺഫിഡൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ നമുക്കറിയാമല്ലോ, സുജയ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ 8 വർഷക്കാലം PSCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലില്ലാത്ത വിധത്തിലുള്ള ആരോപണങ്ങളുണ്ടായി. PSCയുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകളോടുകൂടി പലതരത്തിൽ കേസുകൾ എടുക്കപ്പെട്ടു. നമുക്കറിയാം, പോലീസ് കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ട് പല ആൾക്കാർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? അതൊക്കെ തന്നെ CPMുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. വൈശാലിന്റെ കയ്യിലുള്ള തെളിവ് എന്താണ്? വൈശാൽ ആ തെളിവ് കാണിക്കേണ്ട, ഇതാണ് ആ രേഖയെന്നൊന്നും എന്നെ കാണിക്കേണ്ട, നമ്മുടെ പ്രേക്ഷകരെയും കാണിക്കേണ്ട, ശ്രീ റെജി ലൂക്കോസിനെയും കാണിക്കേണ്ട. ആ തെളിവ് എന്താണെന്ന് പറയൂ. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആരോപണം, 60 ലക്ഷത്തിന്റെ ആരോപണം ഉന്നയിച്ചത്? പരാതിയാണ്, ആരോപണമല്ല, പരാതി. പോലീസിൽ പരാതി നൽകി. ഈ തെളിവുമായി അല്ല, പരാതിയാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത്ര 2 ദിവസത്തോളം ഈ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്നോട് തെളിവ് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയ കാര്യങ്ങളാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നമ്മൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കൃത്യമായി കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മളത് കൊടുത്തിരിക്കും. അതിൽ യാതൊരു തർക്കവും വേണ്ട. ശ്രീ വൈശാൽ കല്ലാട്ട്, നിയമസഭയിൽ പുറത്ത് ഒക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ്? കേസ് അന്വേഷിച്ചേ മതിയാവും, കുറ്റക്കാർക്കെതിരെ നടപടി വേണം, നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള ഇടപാടാണ്. ഈ ഇടപാടിന്റെ തെളിവ് എവിടെ വൈശാൽ? ഒരു ഇടപാട് നടക്കണം എന്നുണ്ടെങ്കിൽ ആ ഇടപാടിന് എന്തെങ്കിലും ഒരു തെളിവ് വേണമല്ലോ. ഇവിടെ പരാതിക്കാരനില്ല, പരാതിക്കാരൻ പുറത്തേക്ക് വരുന്നില്ല, പരാതിയുടെ പകർപ്പില്ല. ഞാൻ മാധ്യമങ്ങളെ അടക്കമാണ് പറയുന്നത്. ആരുടെ കയ്യിലാണ് ഇതിന്റെയൊക്കെ തെളിവുള്ളത് വൈശാൽ? ഇപ്പോൾ പോലീസിൽ പരാതിയുമായി പോയ ആളെന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു വൈശാലിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവ് കിട്ടാതെ വൈശാൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ഇങ്ങനെ ഒരു പരാതിയുമായി പോകില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വൈശാൽ കല്ലാട്ട് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി നൽകിയത്? സുജയ, ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കട്ടെ. ഈ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് നിങ്ങളുടെ അടുത്തേക്ക് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് മാധ്യമങ്ങളുടെ അടുത്ത് പുറത്ത് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ എൻ്റെ പാർട്ടിയുടെ പ്രസിഡൻറ്റുമായും പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റുമായൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് ആ കാര്യത്തിൽ ഏത് നടപടി വേണമെന്ന് സ്വീകരിക്കും. കാരണം ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം,
പരാതി ഞാൻ തിരികെ എത്താം ശ്രീ വൈശാൽ കല്ലാട്ട ഇപ്പോഴും ആ തെളിവ് എന്താണെന്ന് പറയുന്നില്ല. ശരി, എന്നെ ആ തെളിവ് കാണിക്കേണ്ട, പക്ഷേ ആ തെളിവ് ഉണ്ടാകണം എന്നുള്ളത് ഒരു മസ്റ്റാണ്. അല്ലാതെ വെറുതെ ഒരു വെടിവെച്ചിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ആ വെടിയുടെ പുകയിൽ കുറേ ദിവസം ഈ വാർത്ത അങ്ങ് നിൽക്കുമെന്ന് കരുതരുത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരോപണവും പരാതിയുമായി മുന്നോട്ട് പോയില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാവുന്നത് താങ്കൾക്ക് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ആ തെളിവ് എന്താണ് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട്. ശ്രീ റെജി ലൂക്കോസ്, വൈശാൽ കല്ലാട്ടാണ് പോലീസിൽ പരാതിയുമായി പോയ വ്യക്തി. പക്ഷേ ആ തെളിവ് പൊതുസമൂഹത്തിന് മുന്നിലേക്കോ മാധ്യമങ്ങളുടെ മുന്നിലേക്കോ വെക്കാൻ അദ്ദേഹം തയ്യാറല്ല. ഇപ്പോഴും ഇതൊരു ആരോപണമായി നിൽക്കുന്നു എന്ന ബോധ്യത്തിലാണ് ഞാൻ താങ്കളോടും ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? അന്വേഷണം നടക്കുന്നതിനായി അത് പോലീസിന് ഇപ്പോൾ പരാതി വന്നിട്ടുണ്ടല്ലോ, ആ പരാതിയിൽ അന്വേഷണം നടക്കട്ടെ എന്നല്ലേ മുഖ്യമന്ത്രി പറയേണ്ടിയിരുന്നത്? ശ്രീ റെജി ലൂക്കോസ്. സുജിയ, ഇതുവരെ ബഹുമാനപ്പെട്ട ആ സുഹൃത്ത് പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. ഇതൊരു വ്യാജ ആരോപണമെന്നുള്ളത്. കാരണം സുജയുടെ ആദ്യത്തെ ചോദ്യത്തിന് അദ്ദേഹം ആ സുഹൃത്ത് പറഞ്ഞ മറുപടി എന്താണ്? തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഒരു പരാതി നമ്മൾ ആർക്കെങ്കിലും എതിരെ എവിടെയെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു തെളിവ് ഹാജരാക്കണം. അല്ലെ വഴിയാ പോകുന്ന ഏതൊരു വ്യക്തിക്ക് ആർക്കെങ്കിലും പരാതി കൊടുക്കാൻ പറ്റുമോ? അത് ആ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെയും നിയമപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അവകാശത്തെയും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി എന്തായിരുന്നു? തെളിവുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ തെളിവുകളൊക്കെ ഞാൻ എൻ്റെ ഉണ്ട്, പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല അദ്ദേഹത്തിനുള്ള തെളിവുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളത്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഈ പ്രേക്ഷകർ കേട്ടില്ലേ? ഒരു കാര്യം മനസ്സിലായി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവെങ്കിൽ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ തങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നിയമസഭയിൽ നടത്തിയ കോലാഹലങ്ങള് വളരെ മോശമായി പോയെന്നും അത് ബാലിശമായി പോയെന്നും പൊതുസമൂഹത്തിന് മുമ്പിൽ എളുപ്പരായെന്നുള്ളത് ഈ സുഹൃത്തിന്റെ സംസാരത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ട് വ്യക്തമായി. തന്നെ പോലെ ബഹുമാനപ്പെട്ട ആ സുഹൃത്തിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അദ്ദേഹം ഒരു പരാതി കൊടുത്തവർ ഞാനും കുറച്ചായിരുന്നു വാർത്തകളിലൂടെ. ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതി എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കണതെങ്കിലും പറയണ്ടേ? അതുപോലുമില്ല. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇതൊരു വാർത്തകളിലുണ്ടല്ലോ, അപ്പൊ ഇതിന്റെ പ്രത്യേകിച്ച് പരാതിയുടെ ആവശ്യം തെളിവിന്റെ ആവശ്യം നിങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്ന്. 2-3 ദിവസമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യും? അങ്ങനെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒരു തെളിവില്ലാതുണ്ടെങ്കിൽ, ഒരു തരിപ്പ് തെളിവില്ലാണ്ട് എങ്ങനെ ഒരു പരാതി കൊടുത്തു? അതൊന്നും സത്യം പറയുകയാണെങ്കിൽ ഇവരെ പോലുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. കാരണം ഇവർ ചെയ്ത കടുത്ത വ്യക്തിഹത്യയുണ്ട്. അതാരെന്നറിയോ? ഞങ്ങളുടെ പാർട്ടിയുടെ കോഴിക്കോട് ഏരിയ മെമ്പറെ കുറിച്ചല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ ആവുമ്പം ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ. ശ്രീ റെജി ലൂക്കോസ്, അത് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. ശ്രീ റെജി ലൂക്കോസ്, ഈ വിഷയം നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് CPM-നെ ആക്രമിക്കാനാണെന്ന് തോന്നും. അങ്ങനെയല്ല, ഇതിൽ നെല്ലും പതിരും തിരിയണം. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഞാൻ ആവർത്തിച്ച കാര്യം ശ്രീ വൈശാൽ കല്ലാട്ടിനോട് ചോദിച്ചത്. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് എന്താണ്? ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ഇമെയിലായി ലഭിച്ച ഒരു പരാതി മാത്രമാണ് ആകെയുള്ളത്. ഇന്ന് രാവിലെയാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി ലഭിച്ചത്. ആ പരാതി ഇമെയിലായി അയച്ച വൈശാൽ കല്ലാട്ടാണ് റിപ്പോർട്ടറിന്റെ ഫ്ലോറിൽ നമുക്കൊപ്പം ശ്രീ റെജി ലൂക്കോസിന് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ വൈശാൽ ആ പരാതിയിലേക്ക് നയിച്ച ആരോപണത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ പരാതിയിൽ അനുബന്ധമായി വെക്കേണ്ട തെളിവിനെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയറായി ഒരു മറുപടി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. ഇതാണ് ആ തെളിവ്. ആ തെളിവുള്ളത് കൊണ്ടാണ് കൃത്യമായി യൂത്ത് കോൺഗ്രസ് ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കൂടെ നിൽക്കും. വൈശാൽ, എന്തുകൊണ്ട് നിങ്ങളത് പറയുന്നില്ല? വെറുതെ ഒരു രാഷ്ട്രീയ ആരോപണമാക്കി ഇങ്ങനെ പടപ്പിൽ തല്ലി പോയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അല്ലല്ലോ, ഞാൻ കൃത്യമായി പറഞ്ഞ കാര്യം എന്താ? ആ തെളിവുകൾ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരത്തേണ്ട യാതൊരുവിധ ബാധ്യതയും എനിക്കില്ല. യാതൊരു വിധത്തിലുള്ള ബാധ്യതയുമില്ല. അത് ഇവിടുത്തെ കേരള പോലീസിനല്ലേ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായി ഞാൻ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊള്ളാം. ശ്രീ വൈശാൽ കല്ലാട്ട്, മാധ്യമങ്ങൾ ചർച്ചയാക്കിയ വിഷയം, മാധ്യമങ്ങളിൽ ചർച്ച വന്നതിന് ശേഷം ആ ആരോപണത്തെ രാഷ്ട്രീയമായി ഏറ്റെടുത്ത കോൺഗ്രസ് ഇപ്പോൾ പറയുന്നു മാധ്യമങ്ങളോട് അത് പറയാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല എന്ന്. മാധ്യമങ്ങൾക്ക് മുന്നിലാണ് പ്രിയ സുഹൃത്തെ താങ്കളുടെ പ്രതിപക്ഷ നേതാവല്ല, താങ്കളുടെ പാർട്ടിയുടെ നേതാവും പ്രതിപക്ഷ നേതാവുമായ VD സതീശൻ അല്പസമയം മുൻപ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. മാധ്യമങ്ങളുടെ മുന്നിലാണ് വെബ് സ്ട്രീമിങ്ങിലൂടെ നിയമസഭയിൽ ഈ വിഷയം സബ്മിഷനായി VD സതീശൻ കൊണ്ടുവന്നത്. തത്സമയം അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഉപാധിയാണ് മാധ്യമങ്ങൾ. അപ്പോൾ ജനങ്ങളിലേക്ക് ഈ ആരോപണത്തെ നിങ്ങൾ അങ്ങനെ അങ്ങ് വിടുകയും ചെയ്യും. ആ ആരോപണത്തിന് തെളിവുണ്ടോ എന്ന ആരോപണം ഉന്നയിച്ച പോലീസിൽ പരാതി നൽകിയ താങ്കളോട് ചോദിക്കുമ്പോൾ അത് നിങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നതിലെ യുക്തി എന്താണ് ശ്രീ വൈശാൽ? ഞാൻ ഒഴിഞ്ഞു മാറുകയല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടന നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് കൃത്യമായി നമ്മൾ പോലീസിൻ്റെ അടുത്ത് മറുപടി വരും പറഞ്ഞോളാം. നമ്മൾ ഹാജരാക്കിയ തെളിവുകൾ നമ്മൾ കൃത്യമായി അവിടെ ഹാജരാക്കിക്കൊള്ളാം. ഞാൻ അതാണ് അവിടെ ഉദ്ദേശിച്ചത്. കാരണം ഇവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഞാൻ ആ തെളിവുകൾ പുറത്തു പറയേണ്ട യാതൊരുവിധ കാര്യവുമില്ല. കാരണം ആ തെളിവുകൾ കൃത്യമായി മൊഴിയെടുക്കാൻ വിളിക്കുന്നുണ്ടെങ്കിൽ ആ മൊഴിയെടുക്കുന്ന സമയത്ത് കൃത്യമായി അത് അവിടെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം എനിക്കൊണ്ട് ഞാനത് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്യും. കൃത്യമായി ഈ കാര്യത്തിൽ ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണത്.
ശ്രീ വൈശാൽ കല്ലാട്ട്, ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ വിലപേശൽ നടക്കുകയാണോ എന്ന് പൊതുജനം സംശയിക്കില്ലേ? അതായത് നിങ്ങൾ ഒരു ആരോപണം ഉന്നയിക്കുന്നു, ആ ആരോപണത്തിൽ നിന്ന്, അതായത് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന മറ്റു വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആരോപണം, അത് കുറേ ദിവസം ചർച്ചയാക്കി നിർത്തുക, ഇത് ഒരു വിലപേശൽ രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കളിയായി കേരളീയ പൊതുസമൂഹം കാണില്ലേ? ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, ഒരു പരാതി അയക്കുമ്പോൾ അതിൽ കൃത്യമായ തെളിവും എന്തൊക്കെയാണ് ആ പരാതിയിൽ നിങ്ങളെ കൊണ്ടുപോയി എത്തിച്ച ഘടകങ്ങൾ എന്നുള്ളതും മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് പോലെയല്ല. അതിനേക്കാളും ഉത്തരവാദിത്തമുണ്ട്. ഒരു പരാതി പോലീസ് നൽകുന്ന ജനറൽ സെക്രട്ടറിക്ക് ശ്രീ വൈശാൽ കല്ലാട്ട് താങ്കൾ ഇരിക്കുന്ന പദവിയുടെ മഹത്വം, താങ്കൾ പിന്തുടരുന്ന പ്രസ്ഥാനത്തിന്റെ മഹത്വം അത് മനസ്സിലാക്കിക്കൊണ്ട് താങ്കൾ പ്രതീക്ഷിക്കുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് ഈ പരാതി? ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. ഈ പരാതി ഉന്നയിച്ചാൽ അതിൽ അന്വേഷണം നടത്തേണ്ട ഒരു സംവിധാനം ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ പോലീസ് അതിൽ കൃത്യമായ അന്വേഷണം നടത്തട്ടെ. അന്വേഷണം നടത്തിയാലല്ലേ ഈ കാര്യത്തിൽ യഥാർത്ഥ വസ്തുതയുണ്ടോ അല്ലെങ്കിൽ യഥാർത്ഥ വസ്തുതയില്ല എന്ന് പറയാൻ സാധിക്കൂ. ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഈ പരാതി കൊടുക്കുമ്പോൾ യാതൊരു സംശയവും വേണ്ട, കൃത്യമായ ബോധ്യമുണ്ട് ഈ കാര്യത്തിൽ അഴിമതി നടന്നിട്ടുണ്ട്. അഴിമതി നടന്നിട്ടുണ്ട്. അവർ ഒരിക്കലും CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിയായിട്ടാണ് ബന്ധപ്പെട്ടത്. ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 22 ലക്ഷം രൂപ അവരിൽ നിന്ന് വാങ്ങി ആ പണം തിരിച്ചു കൊടുക്കാൻ സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് അവർക്ക് പരാതിയുമായി മുന്നോട്ട് പോകേണ്ടി വന്നത്. ഇന്ന് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ തന്നെ CPM അന്വേഷണ കമ്മീഷനെ വെച്ചതായിട്ട് കാണുന്നുണ്ടല്ലോ. ശ്രീ വൈശാൽ കല്ലാട്ട്, മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ വിമർശിച്ചവരാണ് ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ. അതായത് മുന്നിൽ കണ്ടതേ കാണാൻ കഴിയൂ, ഇന്നലെ കണ്ടതേ ഇന്നും പറയൂ, നാളെയും പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷാപ്രവർത്തനത്തെ വീണ്ടും ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയെ പോലെ കയ്യിൽ തെളിവുണ്ട്, പുറത്തുവിടില്ല, നിങ്ങളെ കാണിച്ചു തരില്ല, നിങ്ങളെ കാണിച്ചു തരേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ അതേ നിലപാടല്ലേ ശ്രീ വൈശാൽ താങ്കളും സ്വീകരിക്കുന്നത്? യാതൊരു അതല്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പാർട്ടിയുമായും ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയുമായുള്ള ചർച്ചകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങൾ സംസാരിച്ച് നിയമപരമായ നടപടികൾ ഏതെല്ലാം തരത്തിൽ സ്വീകരിക്കണം ആ തീരുമാനിക്കേണ്ടത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും അതേപോലെ തന്നെ ഭാരവാഹികളും ചേർന്നാണ്. ശ്രീ വൈശാൽ കല്ലാട്ട്, അപ്പോൾ പാർട്ടിയുമായി താങ്കൾ ഇതൊന്നും ചർച്ച ചെയ്തില്ല എന്നാണോ? പാർട്ടിക്ക് ഇതൊന്നും അറിയില്ലേ? പാർട്ടി ഈ ഒരു പരാതി അങ്ങ് കൊടുക്കുന്നു, ആ പരാതി കൊടുക്കുന്നതിന് ശേഷമാണോ ഈ കൂടിയാലോചനകൾ നടത്തുന്നത്? നിയമപരമായി നീങ്ങേണ്ട ഒരു കാര്യമാണല്ലോ ഒരു പരാതി എന്ന് പറയുന്നത്. ഇമെയിലായി താങ്കൾ അയച്ച പരാതി എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. നിയമപരമായ രീതിയിലേക്ക് താങ്കളുടെ പാർട്ടി നീങ്ങുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചതിന് ശേഷമാണോ താങ്കൾ താഴേക്ക്, ആ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പാർട്ടിയുമായി കൂടിയാലോചന നടത്തുന്നത്? തെളിവുണ്ടോ കയ്യിൽ? അതോ തെളിവ് കയ്യിൽ ഇല്ലാത്തതിനാൽ നാണം കെടുമെന്നുള്ള ഭയമാണോ? കൃത്യമായി ആലോചിച്ച ശേഷമാണ് പരാതി കൊടുത്തത്. അതിൽ യാതൊരു തർക്കവുമില്ല. കൃത്യമായി ആലോചിച്ച് ആ കാര്യങ്ങൾ സംസാരിച്ച ശേഷമാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇനി പോലീസാണ് എടുക്കേണ്ട നടപടികൾ. ആ പോലീസ് ആ നടപടി എടുത്ത് മുന്നോട്ട് പോകട്ടെ. പോലീസ് പരാതി കൊടുത്ത ആളെ വിളിപ്പിക്കുമല്ലോ. ആ സമയത്ത് കൃത്യമായി ഞാനതിന് മറുപടി കൊടുത്തുകൊള്ളാം. അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടന അത് കൃത്യമായ കാര്യങ്ങൾ അത് ചെയ്തു കൊള്ളാം. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു പരാതി അങ്ങ് കൊടുത്തിട്ടു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ശ്രീ വൈശാൽ കല്ലാട്ട്, മാധ്യമ വാർത്തകൾ തുടരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരാതി അങ്ങ് കൊടുത്തിട്ടു, സബ്മിഷന് മുൻപ് ഒരു പരാതി അത് കൊടുത്തിട്ടു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ തോന്നുന്നത്. അങ്ങനെയില്ല. അങ്ങനെയല്ലെങ്കിൽ പറയൂ. താങ്കളെ എനിക്ക് വിശ്വാസമാണ് ശ്രീ വൈശാൽ. ശ്രീ വൈശാൽ, താങ്കളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ശ്രീ വൈശാൽ, താങ്കളെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പരാതി? അത് പറഞ്ഞാൽ തീർന്നു പ്രശ്നം. ആ തെളിവുകൾ ഞാൻ പറഞ്ഞല്ലോ സുജയ, ആ തെളിവുകൾ ഞങ്ങളുടെ കൈകളിലുണ്ട്. ആ തെളിവുകൾ പോലീസ് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഹാജരാക്കും. ഈ കാര്യങ്ങൾ എനിക്ക് എന്താണത്? ഒരു ഫോൺ കോൾ റെക്കോർഡ്സ് ആണോ? നിങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ അതോ ഈ പണമിടപാടിന്റെ രേഖയാണോ? ആ ഫോൺ കോൾ റെക്കോർഡ്സും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ കൈവശമുണ്ട്. ശ്രീ വൈശാൽ കല്ലാട്ട്, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ സാധനം കയ്യിലുണ്ട് എന്ന് പറയുന്നതല്ലാതെ അത് എന്താണെന്ന് പറയുന്നില്ലല്ലോ എന്ന്. അങ്ങനെയല്ല, പ്രേക്ഷകർ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ സമയത്ത് എനിക്ക് മറുപടി തരാൻ ഉള്ള പ്രയാസമുണ്ട്. ഞാൻ സംഘടനയുമായി ആലോചിച്ചു. സംഘടനയുടെ സംസ്ഥാന പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് അവരെ ഫോണിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. താങ്കളുടെ കയ്യിൽ തെളിവുണ്ടോ? ഞങ്ങൾ കൃത്യമായ തെളിവുകളുണ്ട്. ഈ ആരോപണം നിങ്ങൾ അന്വേഷിക്കണം. കാരണം പോലീസ് അന്വേഷിക്കട്ടെ. ഈ പരാതിക്ക് ആസ്പദമായ തെളിവ് താങ്കളുടെ കയ്യിലുണ്ടോ? അതോ ഒരു പരാതി കൊടുത്ത് പോലീസ് കണ്ടെത്തുകയാണെങ്കിൽ കണ്ടെത്തട്ടെ, പരാതിക്കാരൻ എന്നുള്ള ഒരു ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ, വൈശാൽ കല്ലാട്ട് പരാതിക്കാരൻ, അതിനുവേണ്ടിയാണോ?
അങ്ങനെ ക്രെഡിറ്റ് വാങ്ങേണ്ട ഒരാവശ്യം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് 10-20 വർഷമായി പൊതുപ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ഞാൻ 20 വർഷമായി ഈ പൊതുപ്രവർത്തന രംഗത്ത് കൃത്യമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസത്തെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ്ബുക്കിലെ ലൈക്കുകളോ ഷെയറുകളോ കൊണ്ട് ഇവിടുത്തെ പൊതുപ്രവർത്തനം നടത്തേണ്ട ഒരാളല്ല ഞാൻ എന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, തുടരൂ വൈശാൽ. ഇപ്പോൾ പ്രേക്ഷകരും പ്രതികരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ വിഷയത്തിൽ. ശ്രീ റെജി, താങ്കളിലേക്ക് വരാം കേട്ടോ. പരാതിക്കാരനായതുകൊണ്ട് കുറച്ചേറെ ചോദ്യങ്ങൾ ചോദിച്ചു പോയതാണ്. നമുക്കിപ്പം വൈക്കത്ത് നിന്നാണ് ഒരു പ്രേക്ഷകൻ ചേരുന്നത്. ശരത്ത്, പറയൂ. ഹലോ, ശരത്ത് പറഞ്ഞോളൂ. അല്ല, ഈ വാർത്ത കാണുമ്പോഴേ ഒരു പുകമറ സൃഷ്ടിച്ച് എന്തൊക്കെയോ സ്വന്തമായി കാണിച്ചു തീർക്കാനുള്ളൊരു കാലം പോലെ തോന്നണത്. ഇപ്പൊ തെളിവുണ്ടെന്നും പറഞ്ഞ് പുള്ളി കുറെ നേരം പറയുന്നുണ്ട്, പക്ഷെ തെളിവൊന്നും പുറത്തേക്ക് വന്നു കണ്ടില്ല. അതെ അതെ ശരത്ത്, ഞാനും അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം എന്നോട് പോലും പറയുന്നില്ല. ഇപ്പൊ തെളിവ് പുറത്തുവിട്ടുണ്ടെങ്കിൽ ഈ നാളെ തന്നെ പിണറായി രാജിവെക്കേണ്ടി വരും. കാരണം അത് 62 ലക്ഷം നിസ്സാര എമൗണ്ട് ഒന്നുമല്ല. കാരണം നമ്മളൊരു ലോട്ടറി അടിച്ച് കിട്ടുന്ന എമൗണ്ടിന് അടുത്തൊക്കെ ഉണ്ടത്. അത്രയും വലിയ കോഴ കേസൊക്കെ പറയുമ്പോൾ തെളിവില്ലാണ്ടൊക്കെ എങ്ങനെ ഇത് പറയുന്നത് മനസ്സിലാവുന്നില്ല. സ്വർണ്ണക്കടത്ത് കേസ് പോലെയാണ്. സ്വർണം വരുമെന്ന് പറഞ്ഞു. അതെ, വൈക്കത്ത് നിന്ന് ശരത്ത് ചോദിച്ച ചോദ്യം പ്രസക്തമല്ലേ വൈശാൽ കല്ലാട്ട്? താങ്കൾ ഒരു പരാതി കൊടുത്തു. ആരോപണമല്ല, ആരോപണം ഉന്നയിക്കാനാണെങ്കിൽ ആർക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കാൻ പറ്റാത്തത്? അതെല്ലാം പരാതിയായി കൊടുത്താൽ അതെല്ലാം അന്വേഷിക്കുകയല്ലല്ലോ കേരള പോലീസിന്റെ ജോലി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊരാൾക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ തെളിവ് വേണം. ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി കൃത്യമായി കൊടുക്കുമ്പോൾ അത് പോലീസ് അന്വേഷിക്കും. അത് സർക്കാരിന്റെ തലതെറിക്കുന്നതാണെങ്കിൽ തലതെറിക്കും. സർക്കാരിനെതിരായ കൃത്യമായ ഒരു ആയുധം കയ്യിൽ കിട്ടിയിട്ട് അത് പുറത്തുവിടില്ല, ആ തെളിവ് ഞാൻ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സംശയം ഉണ്ടാകുന്നത്. ഇപ്പോൾ ശരത്തിന്റെ സംശയം കേട്ടില്ലേ വൈശാൽ? സമൂഹത്തിനുള്ള സംശയമാണത്. പറയട്ടെ സുജയ, ഈ ഒരു സംശയം തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. അതായത് ഇത്തരത്തിലുള്ള വാർത്തകൾ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ വാർത്ത പുറത്തേക്ക് കൊടുക്കുന്നത്? ഇങ്ങനെയൊരു അത് ആരോപണം എന്ന രീതിയിൽ വാർത്ത കൊടുക്കുന്നത് പോലെയാണോ? ഞാൻ പോലീസിന് പരാതി കൊടുത്തോ ആരോപണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ ഭാഗം, പ്രതിപക്ഷ നേതാവിന്റെ ഭാഗം, BJP അധ്യക്ഷന്റെ ഭാഗം, അങ്ങനെ എല്ലായിടത്തു നിന്നുമുള്ള ഒരേ വാർത്തയുടെ ഒരേ ആരോപണത്തിന്റെ വിവിധ കോണുകൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ വൈശാൽ? അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആരോപണം എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാനുള്ളതല്ല ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കൊടുക്കുന്ന പരാതി. പറയട്ടെ ശ്രീ വൈശാൽ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നമ്മളൊരു പരാതി ഇമെയിലായി അയക്കുമ്പോൾ അതിൽ പൂർണ്ണ ബോധ്യം വേണം, അതിനാസ്പദമായിട്ടുള്ള തെളിവുകൾ, രേഖകൾ, അങ്ങനെ അടിസ്ഥാനത്തോടു കൂടി വേണം നമ്മൾ പരാതി അയക്കാൻ. അത് മാധ്യമത്തിൽ ഒരു വാർത്ത വരികയും ആ വാർത്തയുടെ വിവിധ വശങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നത് പോലെയല്ല. ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോളിഡ് ആയിരിക്കണം വൈശാൽ, സോളിഡ് ആയിരിക്കണം. അതിന് നമ്മുടെ കയ്യിൽ എന്ത് വേണം? രേഖ വേണം, തെളിവ് വേണം. അങ്ങനെയുള്ള കൃത്യമായ അടിസ്ഥാനമില്ലാത്ത പരാതികൾ ഉണ്ടല്ലോ, അതൊക്കെ വെറും പുകമറ സൃഷ്ടിക്കുന്നതിനാണെന്ന് ഇപ്പോൾ കണ്ടതുപോലെ ജനങ്ങൾ വന്ന് പറയും. അത് ഒരു പാർട്ടിക്ക് നാണക്കേടാണ്. അതുകൊണ്ടാണ് വൈശാൽ ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്, തെളിവുണ്ടോ, യാതൊരു വിധത്തിലുള്ള ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ മാത്രമല്ല, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ഈ കാര്യങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ കാര്യങ്ങൾ ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായി നിയമസഭാ രേഖകൾ നിയമസഭയിൽ ഉന്നയിക്കുന്നതിന് സഭയുടെ പ്രിവിലേജ് ഉണ്ട്. വിഷയം മാറ്റല്ലേ വൈശാൽ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിയമസഭയിൽ പറഞ്ഞതിനെ കുറിച്ചോ സഭയിലെ പ്രിവിലേജിനെ കുറിച്ചോ അല്ല. ഞാൻ ചോദിക്കുന്നത് പോലീസിൽ കൊടുത്ത പരാതിയെക്കുറിച്ചാണ്. അതിന് തെളിവ് വേണം, രേഖകളുടെ പിൻബലം വേണം. അല്ലാതെ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കൊടുക്കേണ്ട ഒരു ആരോപണമല്ലല്ലോ ഒരു പരാതി എന്ന് പറയുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. താങ്കളൊന്ന് ആലോചിച്ചോളൂ തെളിവ് കയ്യിലുണ്ടോ എന്ന്. ഗോപാലൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകന് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കാം. കോട്ടൂരിൽ നിന്നാണ് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ഗോപാലൻ, പറഞ്ഞോളൂ. ശ്രീ ഗോപാലിലേക്ക് ഞാൻ തിരികെ എത്താം. റെജി ലൂക്കോസ് നമുക്കൊപ്പം ഉണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചു, പക്ഷേ ആ രേഖ എന്താണെന്ന് എന്നോട് പറയുന്നില്ല. താങ്കൾ കൂടി ഒന്ന് ചോദിച്ചു നോക്കൂ. അല്ലെങ്കിൽ ഈ ചോദ്യവും ഉത്തരവും പ്രേക്ഷകരുടെ മറുപടിയും ഒക്കെ കേട്ടപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് എന്നതെങ്കിലും വൈശാലിനോട് പറയാം. അല്ല, പ്രിയപ്പെട്ട വൈശാല്, ഇവിടെ സംസാരത്തിൽ നിന്നും ഈ 3 ദിവസമായിട്ട് കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും നല്ല PSC ആയിട്ട് കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് അപമാനിക്കാനും അതിലെ അംഗങ്ങളെ തേജോവധം ചെയ്യാനും അതിൽക്കുപരിയായിട്ട് ഒരു കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ തേജോവധം ചെയ്ത് അപമാനിച്ച് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതും
അതുപോലെ തന്നെ നിരപരാധികളായ ഒരു ഡോക്ടർ ദമ്പതിമാരെ അവരുടെ പേര് വലിച്ചഴിച്ച് അവരെ കൈക്കിന് കൊടുത്തെന്ന് പറഞ്ഞ് സമൂഹത്തിൽ അവരെ ഇളിപ്പിലാക്കിയതും സമൂഹത്തിന്റെ വിരലുകൾ ചൂണ്ടത്തക്ക രീതിയിൽ അവരെ ഉൾമുനയിലാക്കിയതും ഒക്കെ ഈ വ്യാജ ആരോപണമാണെന്നുള്ള ഒരു പകൽ പോലെ തെളിവാക്കി. ഇനി അദ്ദേഹത്തിനോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറയാം. ഞാൻ ചിരിച്ചുപോയി സത്യത്തിൽ. ഞാൻ 10 വർഷത്തെ എന്റെ ചാനൽ ഡിബേറ്റിൽ ഇങ്ങനെ ഒരു വിചിത്ര ചർച്ചയ്ക്ക് ഇരുന്നിട്ടില്ല. സുജയ പാർവതി അദ്ദേഹത്തിനോട് തിരിച്ചും മറിച്ചും പിന്നെയും മറിച്ചും തിരിച്ചും ചോദിച്ചിട്ടും ആ ചെറുപ്പക്കാരൻ ആദ്യം പറഞ്ഞത് എന്താ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്റെ പാർട്ടിയായിട്ട് ഞാൻ ആലോചിച്ചിട്ട് തെളിവ് തയ്യാറാക്കുമെന്ന് പറഞ്ഞു. പിന്നെ സുജയുടെ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പാർട്ടിയായിട്ട്, അതായത് യൂത്ത് കോൺഗ്രസിന് നേതൃത്വം ആലോചിക്കുന്നു പറയുന്നത്. അദ്ദേഹത്തിന് തന്നെ യാതൊരു വ്യക്തവുമില്ല. തന്നെ പോലെ ഇദ്ദേഹം തകർത്തത് ആരുടെ ക്രെഡിബിലിറ്റി ആണെന്നറിയാമോ? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ നുണയായാലും ശരിയായാലും തങ്ങളുടെ നേതാക്കന്മാരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഇവർക്കുണ്ട്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഇവരുടെ ഈ ആരോപണം കേട്ടുകൊണ്ട് അത് ശരിയാണെന്നുള്ള തെറ്റിദ്ധാരണയിലോ അല്ലെങ്കിൽ മനഃപൂർവ്വം എങ്ങനെയാണ് നിയമസഭയിൽ അവതരിപ്പിച്ചു. അവർ നിയമസഭയിൽ നിന്ന് പുറത്തിറക്കി ഇപ്പോൾ മീഡിയ റൂമിൽ വെച്ച് പത്രസമ്മേളനം നടത്തി. ആ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ ക്രെഡിബിലിറ്റിയാണ് ഇവരിപ്പോ ഇവിടെ തകർത്ത് കളഞ്ഞിരിക്കുന്നത്. കാരണം ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു ആരോപണം ഏറ്റുപിടിച്ച് അത് സർക്കാരിനെതിരെ ഉന്നയിക്കുമ്പോൾ അത് ഉത്തരവാദിത്തോടുകൂടിയാണ് ഉപയോഗിക്കാനായിട്ട്. തീർച്ചയായും ശ്രീ വൈശാൽ കല്ലാട്ട് കരാർ ഉറപ്പിച്ച് പണം വാങ്ങി, ഇത് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോപണം. താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതേ കാര്യമാണ്. അത് ആരോപണത്തിനപ്പുറം പോലീസിൽ ഒരു പരാതിയായി പോകുമ്പോൾ അതിൽ നിർബന്ധമായും താങ്കളുടെ പക്കൽ ഉണ്ടാകേണ്ടത് ഈ ആരോപണത്തിലേക്ക് നയിച്ച വസ്തുതകളാണ്. ആ വസ്തുതകൾ, ആ രേഖകൾ താങ്കളുടെ കയ്യിലുണ്ടോ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ശ്രീ വൈശാൽ കല്ലാട്ട്, റെജി ലൂക്കോസ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേട്ടില്ലേ? വൈശാൽ പറയുന്നതിന്റെ മറ്റൊരു വേർഷൻ, അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ നേതാവും പറഞ്ഞിരിക്കുകയാണ്. ഇക്കാര്യങ്ങളിൽ തെളിവില്ലെങ്കിൽ, രേഖയില്ലെങ്കിൽ നാണം കെടാൻ പോകുന്നത് ആരാണ്? ശ്രീ റെജി ലൂക്കോസ്. രേഖ ഇതാണ്, കൈരേഖ. ശങ്കരാടി ആ വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കാണിച്ച രേഖ ഇതാണെന്നുള്ളത് ഇപ്പൊ ജനങ്ങൾ മനസ്സിലാവും. ഒരു കോമഡി കാണുന്ന പോലെയാണ് ഈ ചർച്ച ഇപ്പൊ ജനങ്ങൾ കാണുന്നത്. ഞാൻ സുജയ പാർവതിയെ അല്ല പറഞ്ഞത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ എത്ര ഭയങ്കരമാണ്. വാസ്തവത്തിൽ ഈ രണ്ടുപേരുടെ ഇവരെ വിശ്വസിച്ചാണ്, ഈ പരാതിക്കാരനെ വിശ്വസിച്ചില്ല ആ പ്രതിപക്ഷ നേതാവ്. അന്തരീക്ഷത്തിൽ നിന്ന് കേട്ടപ്പോ തന്നെ അദ്ദേഹം കേരളത്തിന്റെ പൊതുസമൂഹത്തിനെ പോലും എന്താ പറയുക അപമാനിക്കത്തക്ക രീതിയിൽ, അവഹേളിക്കത്തക്ക രീതിയിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, ഇവരൊക്കെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴത്തേക്കും ഇവരെ ഈ പ്രതിപക്ഷ നേതാവിനെ പോലെ ഉള്ളവരുടെയൊക്കെ ക്രെഡിബിലിറ്റിയെ തകർക്കരുത്. ഞങ്ങൾക്ക് അതിന് ദുഃഖമുണ്ട്. ഞങ്ങളൊക്കെ ആദരിക്കുന്ന പ്രതിപക്ഷ നേതാവ് സാധനം എന്ന് പറയുന്നത്. ഒരു കാര്യമോട് ഞാൻ പറയട്ടെ, വളരെ ഗൗരവമുള്ള ഒരു കാര്യമോട് ഞാൻ പറയാം. ഇവര് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് സംസാരിച്ചു നിന്ന് ഞാൻ ഇനി ഒരു വിശദീകരണം നൽകേണ്ട കാര്യമില്ല. ഇത് കേൾക്കുന്ന ലക്ഷക്കണക്കിന് ലോകത്തിലെ മലയാളികൾക്ക് മനസ്സിലായി ഈ തട്ടിപ്പ് ആരോപണത്തിനും ഉണ്ടാവും എന്തെങ്കിലും ചെറിയൊരു കാര്യം. തട്ടിപ്പല്ലെങ്കിൽ ഇതിന് വേറെ ആരോപണം ഇടണം. കേരളത്തിലെ പൊതുജനത്തിനോട് ഒരു മാപ്പ് പറയണം, ക്ഷമ പറയണം. പൊതുസമൂഹത്തിനോട് ഞങ്ങളുടെ പാർട്ടിയോട് മാപ്പ് പറയണം. ഞങ്ങളുടെ പാർട്ടി ഇതിനകത്ത് എന്താണ് ചെയ്തെന്നുള്ളത് ഇപ്പൊ വളരെ വ്യക്തി ആ ചെറുപ്പക്കാരൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അദ്ദേഹം പറഞ്ഞ് വേറൊരു വിചിത്രമായ വാദം എന്താ, പോലീസ് കേസെടുത്തിട്ട് അന്വേഷിക്കേണ്ടതാ പറഞ്ഞത്. പോലീസ് നിങ്ങൾക്കെതിരെ കേസെടുക്കത്തുള്ളൂ. കാരണം ഒരു തെളിവില്ലാതെ ഒരു മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയും ക്രെഡിബിലിറ്റിയും, അതായത് ഇന്ത്യയുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന മഹത്തായ PSC എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പോലും അധിക്ഷേപിച്ച് അവഗണിക്കുകയും ചെയ്ത നിങ്ങൾക്കെതിരെയാണ് നടപടി എടുക്കേണ്ട വരുന്നത്. ഒരു തർക്കമില്ല. നിങ്ങൾ എന്തുകൊണ്ട് തെളിവ് ഹാജരാക്കുക, തെളിവില്ലാതെ പരാതി കൊടുക്കുന്നുള്ള ബോധം നിങ്ങൾക്ക് എവിടെ നിന്നുണ്ടായി? താങ്കളൊരു മുതിർന്ന യൂത്ത് കോൺഗ്രസ് നേതാവല്ലേ? തെളിവില്ലാതെ ആൾക്കാര് പരാതി കൊടുക്കാവോ? പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തെളിവിനെ ഹാജരാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പരാതിയുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുകയല്ലേ ഈ രാജ്യം? അതല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞേ? ഇത് ഒരു കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു മെയിൽ കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ ഒരു പരാതിയില്ല. ഓക്കെ, ഒരു സെക്കൻഡ് ശ്രീ റെജി ലൂക്കോസ്, ശ്രീ വൈശാൽ കല്ലാട്ടിന് പറയാനുള്ളത് കൂടി കേൾക്കണമല്ലോ. ശ്രീ വൈശാൽ കല്ലാട്ട്, എന്താണ് ഇതിനുള്ള മറുപടി? തെളിവില്ലാതെ, രേഖയില്ലാതെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള ധൈര്യം താങ്കൾ കാണിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. ഉറപ്പായും താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടാകും. അതെന്താണ്? റെജി ലൂക്കോസ് ഒരു കാര്യം മനസ്സിലാക്കി, ഈ തെളിവുകൾ ഞാൻ കൊടുക്കേണ്ടത് കേരള പോലീസിൻ്റെ കൈകളിലാണ്. അല്ലാതെ CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലോ അല്ലെങ്കിൽ അതേപോലെ നിങ്ങളുടെ പാർട്ടി കോടതിയിലോ അല്ലെങ്കിൽ റെജി ലൂക്കോസിൻ്റെ പാർട്ടികളുടെ ആസ്ഥാനത്തൊന്നുമല്ല, ഞാൻ AK സെൻറ്ററിലൊന്നുമല്ല ഞാൻ ഈ പരാതിയുടെ അടിസ്ഥാനപരമായ വിവരങ്ങൾ നൽകേണ്ടത്. നിങ്ങളുടെ പാർട്ടി കമ്മീഷൻ്റെ അന്വേഷണ കമ്മീഷൻ്റെ അടുത്തല്ല ഞാൻ എൻ്റെ തെളിവുകൾ ഹാജരാക്കേണ്ടത്. നിങ്ങൾ ആ കാര്യം കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങളുടെ പാർട്ടി കോടതി അടുത്തല്ല ഞാൻ വരേണ്ടത്. ഞാൻ പോവേണ്ടതും വരേണ്ടതും ഒരൊറ്റ കാര്യം അടിവരായിട്ട് പറയാൻ സാധിക്കുന്നത് കേരളത്തിലെ നിയമസംഹിതയുടെ അടുത്താണ്.
കേരളത്തിലെ പോലീസ് സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ കോടതിയുടെ അടുത്താണ് ഞാൻ ഈ തെളിവുകൾ ഹാജരാക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സാഹചര്യത്തിൽ ഹാജരാക്കാൻ നിൽക്കുന്ന ആളല്ല ഞാൻ എന്ന് നിങ്ങൾ പാർട്ടിക്ക് അല്ലല്ലോ താങ്കൾ പരാതി കൊടുത്തത്, കേരള പോലീസിനാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകരോട് ഞാൻ തിരിച്ചെത്താം വൈശാലിന്റെ സംഭാഷണം കേട്ട് ഒരുപാട് പേർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാളിലേക്ക് ഒന്ന് പൊയ്ക്കോട്ടെ, ഒരു മിനിറ്റ്. ശ്രീ ഗോപാലൻ, നേരത്തെ ടെലിഫോൺ ലൈൻ കട്ടായി പോയിരുന്നു, പറഞ്ഞോളൂ. ഹലോ സുജയ. പറഞ്ഞോളൂ. ഇത് വളരെ വ്യക്തമല്ലേ, ഇത് സംശയമില്ലാതെ തെളിഞ്ഞതല്ലേ? പക്ഷേ ഇത് പറഞ്ഞോളൂ. ഹലോ, ഇത് വളരെ വ്യക്തമല്ല ഇത് സംഭവം നടന്നിട്ടുണ്ടെന്നുള്ളത്. ഇത് മുഹമ്മദ് റിയാസ് മന്ത്രിയുടെ കെയറോഫിൽ ഇതിന് മുൻപ് മറ്റേ ബാറിന്റെ കാര്യത്തിൽ ഒരു ഡ്രൈ ഡേ എടുത്തതിന്റെ പേരിൽ അതൊന്നും സംഭവിച്ചതാണ്. എങ്ങനെയും പെട്ടെന്ന് കാശുണ്ടാക്കാനുള്ള വെറും പരിപാടിയാണ്. കാരണം ഒരു ആദർശമെല്ലാം കമ്മ്യൂണിസത്തിന്റെ ആദർശം മാറിപ്പോയി. കമ്മ്യൂണിസത്തിന്റെ ആദർശം മാറിപ്പോയി. ഒന്നുകിൽ അവർ ആ പേര് മാറ്റുക, കമ്മ്യൂണിസ്റ്റ് എന്നുള്ള പേര് മാറ്റുക, അല്ലെങ്കിൽ അവർ ശൈലി രീതി മാറ്റുക. ഇത് രണ്ടിലൊന്ന് ചെയ്യണം. ഈ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള പേര് തന്നെ അതിൽ വ്യതിചലിച്ചു പോകുന്നുണ്ട് അവര്. ഇത് എത്ര സംഭവം, ഇത് ഒന്നോ രണ്ടോ അല്ലല്ലോ. ഇവരിത് മാറ്റില്ല, ഇവർ തിരുത്തും. എവിടെ തിരുത്താനാ? തിരുത്തുന്ന യാതൊരു സംശയം ജനങ്ങൾക്ക് ഇല്ല. എന്നിട്ട് മുഹമ്മദ് റിയാസ് എന്നവർ ഇത് ജനങ്ങൾക്ക് ബോധ്യമാവും. ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ജനങ്ങളെ ബോധ്യമാണ് അവിടെ പ്രകടിപ്പിച്ചത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ തിരുത്താൻ പോകുന്നില്ല. ആ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം മാത്രം ഒന്ന് മാറ്റിയാൽ മതി. ജനങ്ങൾക്ക് സന്തോഷമായി. മുഖ്യമന്ത്രി ധാർഷ്ട്യം മാത്രം ഒന്ന് മാറ്റിയാൽ മതി. അത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മാറും. ഒരു ഏകാധിപതി ഹിറ്റ്ലർ പോലും തോറ്റുപോകും. ഈ പിണറായിയുടെ മുന്നിൽ ഹിറ്റ്ലർ പോലും തോറ്റുപോകും. ഒരു ശൈലി മാറ്റുക. ഇത് വളരെ വ്യക്തമായിട്ട് ഇത് വളരെ തീരുമാനം ഉണ്ടായേ പറ്റുള്ളൂ. കാരണം ചെറുപ്പം എന്ത് വിചാരിച്ചു നോക്ക്, ഇത്ര ലക്ഷം കൊടുത്തിട്ട് ഇതെങ്ങനെ ഇയാൾ വസൂലാക്കി? ഈ ഡോക്ടർക്ക് വേണ്ട ഒരു സത്യസന്ധത വേണ്ടേ? ഒരു ഡോക്ടറല്ലേ സമൂഹത്തിൽ? അത് തുറന്നു പറയട്ടെ. എന്നിട്ട് പുഴുക്കുത്തുകളെ മാറ്റാം. അയാളുടെ പാർട്ടി അനുഭാവിയാണെന്ന് കേട്ടത്, അയാളൊരു പാർട്ടി അനുഭാവിയാണ് പോലും. പക്ഷെ എന്ത് ചെയ്യണം? ഇതുപോലത്തെ പാർട്ടി പുഴുക്കുത്തുകളെ മാറ്റാൻ വേണ്ട അയാൾ ശ്രമിക്കും. അയാൾ തുറന്നു പറയരുത്, എങ്ങനെ വാങ്ങിച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അയാൾ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അതല്ലേ വേണ്ടത് മേഡം? സുജയ മേഡം, ഞാനെപ്പോഴും ഇത് 80% കാണുന്ന ചാനൽ TV. നിങ്ങളുടെ ഇമീഡിയറ്റ് എഡിറ്റേഴ്സ് അത് കാണുന്ന ഞാൻ, നിങ്ങളുടെ വാക്കൊഴുക്കിന്റെ അതൊക്കെ ഞാൻ കാണുന്നതാണ്. ഇതല്ലേ വേണ്ടത്? എന്താ ഒരു മറുപടി ഇല്ലേ? അതെ തീർച്ചയായും നമ്മൾ അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് കണ്ടോളൂ ശ്രീ ഗോപാലൻ, കോട്ടൂരിൽ നിന്നാണ് വിളിച്ചത്. തുടർന്ന് കണ്ടോളൂ, നമുക്ക് ബാക്കി കാര്യങ്ങൾ ഒന്ന് ചോദിച്ചറിയാം. ശ്രീ റെജി ലൂക്കോസ്, ഒപ്പം നമുക്കൊപ്പം ഈ പരാതിക്കാരൻ വൈശാൽ കല്ലാട്ട്, യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയും തുടരുന്നുണ്ട്. ശ്രീ വൈശാൽ കല്ലാട്ട്, ഇപ്പോൾ പ്രേക്ഷകർക്കും അവർക്കുള്ള സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് കരുതുന്ന ആളുകൾ അവരുടെ മുന്നിലേക്കാണ് താങ്കൾ ഈ പരാതിയുമായി പോയിരിക്കുന്നത്. അപ്പോൾ ആ പരാതിയിൽ കൃത്യമായ അന്വേഷണം നടക്കണം, ആ പരാതിയിലൂടെ കള്ളനാണയങ്ങൾ പുറത്തേക്ക് വരണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട് വൈശാൽ. അതുകൊണ്ടാണ് അവരുടെ കൂടി ചോദ്യമാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. താങ്കളുടെ സത്യസന്ധതയോ താങ്കളുടെ പ്രസ്ഥാനത്തെയോ ഒന്നും കുറ്റപ്പെടുത്താനല്ല. ഇതിൽ തെളിവുകളുണ്ടോ, രേഖകളുണ്ടോ? അതോ നേരത്തെ റെജി ലൂക്കോസ് പരിഹസിച്ചതുപോലെ ശങ്കരാടിയുടെ രേഖ വെച്ചുകൊണ്ടുള്ള വെറുതെ ഒരു ആരോപണമായി ഇത് അവസാനിക്കുമോ വൈശാൽ? ഒരു തരത്തിലും അക്കാര്യത്തിൽ ഈ കേരളത്തിലെ PSCയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും കഴിഞ്ഞ 8 വർഷക്കാലമായി യൂത്ത് കോൺഗ്രസ് കൃത്യമായി സമരമുഖത്തുള്ളതാണ്. കാരണം PSC ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയാസം നേരിടും. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ സമയങ്ങളിൽ പോലീസ് കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ട് ഒരു വലിയ രീതിയിലുള്ള അഴിമതി നടന്നില്ലേ, വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നില്ലേ? PSCയിൽ യാതൊരുവിധ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ആളുകളെ CPMന്റെ പാർട്ടി സർവീസ് കമ്മീഷനാക്കി നിയമിക്കാൻ ആ രീതിയിൽ നിയമനം നടത്താൻ ശ്രമിച്ചപ്പോൾ അവിടെ കൃത്യമായിട്ട് ഇടപെട്ടത് യൂത്ത് കോൺഗ്രസ് എന്ന പാർട്ടി സംഘടനയാണ്, യുവജന സംഘടനയാണ്. അതിൻ്റെ പേരിൽ നിരവധിയായ യൂത്ത് കോൺഗ്രസ് ആളുകൾക്ക് ജയിലറ ഉൾക്കേണ്ടി വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ PSCകൾ ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികൾ, അതായത് അഭ്യസ്ത വിദ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് നിയമനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏക ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തെ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുടെ അഴിമതിയുടെ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ അതിനെതിരായ എല്ലാവിധ പോരാട്ടത്തിലും യൂത്ത് കോൺഗ്രസ് ഉണ്ടാവും. അതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അത് രാഷ്ട്രീയപരമായി നേരിടണമെങ്കിൽ അത് രാഷ്ട്രീയപരമാവും, അല്ലെങ്കിൽ നിയമപരമായി നേരിടണമെങ്കിൽ നിയമപരമായി നേരിടും. ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടി ജനത്തിൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് എന്നുണ്ടാവും എന്ന് മാത്രമാണ്. വൈശാൽ, അതിൽ ആ ഉദ്ദേശശുദ്ധിയൊക്കെ മാനിക്കുന്നു. ഞാൻ തിരികെ എത്താം. നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് ദീപു എന്ന ഒരു പ്രേക്ഷകരുണ്ട്. ശ്രീ ദീപു, പറഞ്ഞോളൂ, ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? അല്ല, ഇത് ഇന്നലെ മുതൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അത് യൂത്ത് കോൺഗ്രസ്സുകാർ കത്തിക്കാൻ നോക്കുന്നു. പക്ഷെ നിങ്ങൾ ഇന്ന് അവരോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്
അത് പുറത്തു വിടില്ല എന്നാണ്. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുറത്തു വിടാതിരിക്കാൻ എന്താണ് അവർക്ക് പിന്നെ അവരുടെ രാഷ്ട്രീയം? ഇത് അവരുടെ മറു രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ അവർ പുറത്തു വിടുന്നില്ല എന്ന് പറയുന്നത് വളരെ കൃത്യമായും അവർക്ക് ഈ സാധനം കയ്യിലില്ല. നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ കൈരേഖ വെച്ച് കൂടോത്രം മറയ്ക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇതുപോലെ ആയിരുന്നില്ലേ വീണ ജോർജിനെതിരെ നടന്നത്? എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അയാള് അവിടെ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് മാധ്യമങ്ങൾ നിങ്ങളടക്കമുള്ളവർ വേട്ടയാടിയില്ലേ? ആ വേട്ടയാടലിന്റെ ആ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു വീണ ജോർജിന്റെ ഗതി? ഇന്ന് റിയാസിനെതിരെ നിങ്ങൾ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ കൊണ്ടുവരുന്നു. ഹൃദ്യം പദ്ധതിക്കെതിരെ നിങ്ങൾ നടത്തിയിട്ടുള്ള വേട്ടയാടൽ എന്തൊക്കെയായിരുന്നു? മാത്രമല്ല, ഈ AKG സെന്ററിൽ ബോംബെറിഞ്ഞ CPM കാരനാണ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ കിട്ടിയോ എന്ന് ചോദിച്ചില്ലേ? ആ വാർത്ത കൊണ്ടുവന്നവർ നിങ്ങളുടെ അവിടെ CID ആയിട്ട് ഇരിക്കുകയല്ലേ? വിളിച്ചത് എനിക്ക് ആകാനൊക്കെ വലിയ ആഗ്രഹമുണ്ട്. എന്തായാലും ആവാൻ പറ്റിയില്ല. മാധ്യമപ്രവർത്തകയാണ് ആയത്. ശ്രീ ദീപു പറഞ്ഞു വന്ന കാര്യം വീണ ജോർജിന്റെ കാര്യമാണെങ്കിലും ഏത് ആരോപണമായാലും അത് രാഷ്ട്രീയ പ്രവർത്തകർ ആരോപണങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ ആരോപണത്തിന്റെ അപ്പുറവും ഇപ്പുറവും തേടുക എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകരുടെ ഉത്തരവാദിത്തം. അത് നമ്മൾ പാർട്ടി നോക്കി അല്ല നിർവഹിക്കുന്നത്. ദീപു ഏത് പാർട്ടിയുടേതായാലും ചോദിക്കും. ദീപുവിന്റെ പാർട്ടിയോടായാലും ഇതേ ചോദ്യം ചോദിക്കും. റെജി ലൂക്കോസിനോടായാലും അത് ചോദിക്കും. ഇപ്പോൾ വൈശാൽ കല്ലാട്ടിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതും താങ്കൾ കേട്ട് കാണുമല്ലോ. പാർട്ടി വ്യത്യാസമൊന്നുമില്ല. ആരോപണം വരുമ്പോൾ അതിന്റെ നിജസ്ഥിതി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് മാധ്യമ മര്യാദയും മാധ്യമ ഉത്തരവാദിത്വവുമാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ അഭിപ്രായം പങ്കുവച്ചതിന് വളരെ സന്തോഷം, നന്ദി. നമുക്കൊപ്പം വൈശാൽ കല്ലാട്ട് തുടരുന്നുണ്ട്. വൈശാൽ കല്ലാട്ട്, യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം ഏറ്റെടുത്തു എന്ന രീതിയിലല്ല ഈ വാർത്ത നിൽക്കുകയാണ്. അതിനിടയിലാണ് വൈശാൽ പരാതിയുമായി രംഗത്തേക്ക് വരുന്നത്. അതായത് ഈ പണം കൊടുത്തു എന്ന് പറയപ്പെടുന്ന വ്യക്തി പോലും പരാതിയുമായി, അതായത് പോലീസിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ തയ്യാറല്ല, പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി അനുഭാവിയാണ് എന്നും കേൾക്കുന്നു. 22 ലക്ഷം വാങ്ങിയതിന് തെളിവ് നമ്മുടെ മുന്നിലില്ല. ഇവർ കൊടുത്ത പരാതിയുടെ കോപ്പി നമ്മുടെ മുന്നിലില്ല. നമ്മുടെ മുന്നിലുള്ള ഏക സോളിഡ് എവിഡൻസ് എന്ന് പറയുന്നത് വൈശാൽ കല്ലാട്ട് കൊടുത്ത പരാതിയെ പറ്റി മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അപ്പോൾ വൈശാൽ മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു പരാതിയുമായി നിൽക്കുന്ന വ്യക്തി. അപ്പോൾ വൈശാലിന്റെ പരാതിയുടെ അടിസ്ഥാനം എന്താണ് എന്നത് പൊതുസമൂഹത്തിന് അറിയണം. വൈശാൽ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇതേ പാലക്കാട് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീവ്രതാ കമ്മീഷൻ്റെ കാര്യമൊക്കെ തന്നെ സുജയ്ക്ക് അറിയാമല്ലോ. ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പരാതി അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചതായിട്ട് സുജയ്ക്ക് അറിയാമോ? പക്ഷേ എന്നിരുന്നാലും നമ്മളൊക്കെ തന്നെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആ ഇരയ്ക്ക് നീതി കിട്ടണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? കാരണം എന്തുകൊണ്ടാണ് CPMുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 8 വർഷത്തെ ഭരണക്കാലത്ത് സെൽഫ് ഭരണത്തിൻ്റെ ഒരു ബാക്കി ചിത്രമാണത്. എന്ത് സംഭവം ഉണ്ടായാലും പരാതികൾ പുറത്തേക്ക് വരുന്നില്ല. കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പരാതികൾ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ അന്വേഷിക്ക്. പണം പോയ മുഴുവൻ ആളുകളും പരാതി നൽകിയിട്ടുണ്ടോ? ഏതെങ്കിലും പണം നഷ്ടപ്പെട്ട മുഴുവൻ ആളുകളും പരാതി നൽകിയിട്ടുണ്ടോ? അവിടെയും വളരെ കുറച്ച് പരാതികൾ മാത്രമാണ്. ഇവിടെ CPMന്റെ തിണ്ണമെടുക്കും അല്ലെങ്കിൽ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഭരണത്തിന്റെ തണലും വെച്ചുകൊണ്ട് ആളുകൾ പണം കൊടുത്ത് പദവി വാങ്ങി എന്നുള്ളതാണ് ഇവിടുത്തെ ആരോപണം. പണം കൊടുത്ത് പദവി വിൽക്കാനിരിക്കുക അല്ലെങ്കിൽ പണം വാങ്ങി പദവി വിൽക്കാനിരിക്കുന്ന ഒരു കച്ചവട സംഘമായി നമ്മുടെ സർക്കാർ സംവിധാനവും ഒരു പാർട്ടിയും ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു കാട്ടുക തന്നെ വേണം. അതിനായിട്ടാണ് വൈശാലിനോട് ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനമായ രേഖ എന്താണ് വൈശാലിന്റെ കയ്യിലുള്ളത് എന്നുള്ളത്. അത് വൈശാലിനെ കുറ്റപ്പെടുത്താനല്ല. ഈ പോരാട്ടത്തിൽ അതിൽ കൃത്യമായ തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളം മുഴുവൻ വൈശാലിനൊപ്പം നിൽക്കും. അല്ലാത്ത പക്ഷം വൈശാലിന് ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്നുണ്ടെങ്കിൽ വൈശാലിനെ ജനം തിരസ്കരിക്കുകയും ചെയ്യും. അത് ഇപ്പോൾ കേരളത്തിൽ അങ്ങനെയാണ്. ജനങ്ങൾ കൃത്യമായി ഓരോ കാര്യത്തിലും കൃത്യമായി നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നവരായി മാറിക്കഴിഞ്ഞു വൈശാൽ. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് എൻ്റെ ചോദ്യം. സുജയ ഒരു ഒറ്റ കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ 8 വർഷക്കാലമായി യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഏതെങ്കിലും ഒന്ന് തെറ്റാണെന്ന് തെളിയിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? PSCയുമായി ബന്ധപ്പെട്ട നിയമനവുമായി ബന്ധപ്പെട്ട് ആ ബാറുടമ എവിടെ പോയി? ലേറ്റസ്റ്റ് ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലായി. കാരണം കൃത്യമായി ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ ഞങ്ങൾ ആ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചതാണ്. ആ കാര്യത്തിൽ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള സമീപനം ഉണ്ടായതെന്ന് നിങ്ങൾ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുമരാമത്ത് മന്ത്രി ഇന്ന് കേരളത്തിലെ എല്ലാ വകുപ്പുകളെയും ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസ് ിടത്തോളം അത് ആരോപണമാണ് വൈശാൽ. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഫോൺ കോൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. അന്ന് അനിമോന്റെ ശബ്ദ സന്ദേശം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. പിന്നീട് കഥ മാറിയെങ്കിലും ഇവിടെ ഒന്നുമില്ല വൈശാൽ, ഒന്നുമില്ല.
അതുകൊണ്ടാണ് അതിലേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടും ഇരിക്കാം, വീണ്ടും സംസാരിക്കാം. വൈശാൽ, താങ്കളുടെ ഉദ്ദേശശുദ്ധിയെ ഒന്നും ഞാൻ ചോദ്യം ചെയ്തില്ല. അത് താങ്കൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുൻപ് താങ്കൾക്ക് അവസാനമായി പറയാനുള്ളത് എന്താണ് വൈശാൽ? ഒരു ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലെ PSC എഴുതുന്നുണ്ട്. അതിനെ ഒരു തരത്തിലും CPMന് കച്ചവടം ചെയ്യാനുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാക്കി മാറ്റാൻ യാതൊരു തരത്തിലും യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഏതറ്റം വരെയും ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയപരമായും നിയമപരമായും മുന്നോട്ട് പോകും. അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, അവർ ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സെൽഫ് ഭരണത്തിനെതിരായിട്ടുള്ള പോരാട്ടം, അതേപോലെ തന്നെ ഈ PSCയെ ഈ അഴിമതിയുടെ മുങ്ങിക്കുളിക്കുന്നതിന് വേണ്ടി, അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും യൂത്ത് കോൺഗ്രസ് തീർച്ചയായും അത്തരം സമര പരിപാടികളുമായി മുന്നോട്ട് പോകും. ഇതിനുള്ള തെളിവുകൾ അടുത്ത ദിവസം തന്നെ പുറത്തുവിടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. വൈശാൽ കല്ലാട്ട, തെളിവുകൾ അടുത്ത ദിവസം പുറത്തുവിടുമെന്ന് വൈശാൽ പറയുന്നു. നാളെ പുറത്തുവിടുമെന്നാണ് വൈശാൽ ഇപ്പോൾ നമ്മൾ ഈ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത്. ഇത് വിശ്വസിക്കാമോ? അടുത്ത ദിവസങ്ങളിൽ പാർട്ടിയുമായി ആലോചിച്ചുകൊണ്ട്, യൂത്ത് കോൺഗ്രസുമായി ആലോചിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൃത്യമായി നിങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ വൈശാൽ. ശ്രീ റെജി ലൂക്കോസിനോട് അധിക സമയം സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷേ റെജി ലൂക്കോസിന്റെ മനസ്സിലുള്ള ചോദ്യങ്ങളും വൈശാലിനോട് ചോദിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അവസാനിപ്പിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് ശ്രീ റെജി ലൂക്കോസ്? ഒറ്റ സെന്റൻസ് രണ്ട് കാര്യങ്ങൾ പറയാം. അദ്ദേഹം ഈ ബാർ കോഴയെ കുറിച്ച് അദ്ദേഹം ഇവിടെ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരു സമുന്നത രാഷ്ട്രീയ നേതാവിന്റെ മകൻ ഇപ്പൊ സംശയത്തിന് നിലയിൽ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്നു. മകനെ ന്യായീകരിക്കാനായിട്ട് ആ പിതാവ് പാടുപെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, വ്യാജ ID ഉണ്ടാക്കി ഇലക്ഷൻ നേരിട്ട നിങ്ങളുടെ ഈ നിങ്ങളുടെ ഈ യുവജന പ്രസ്ഥാനം, കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ കാണണമെന്നറിയാമല്ലോ. വ്യാജ ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ തകർക്കാൻ ശ്രമിച്ച ഒരു കുടുംബത്തെയും ഒരു പാർട്ടിയുടെ നേതാവിനെയും ഒരു പ്രസ്ഥാനത്തെയും നിങ്ങൾ പറഞ്ഞ മണ്ടത്തരങ്ങൾ കേൾക്കാനായിട്ടല്ല ഇത് കേരളത്തിൽ ഇത് കേൾക്കുന്ന പ്രേക്ഷകരെ പോലും നിങ്ങൾ വിഡ്ഢികളാക്കിയില്ലേ. നാളെയല്ല മറ്റന്നാൾ തെളിവ് കൊണ്ടിരുന്ന, എന്നാൽ ആ തെളിവോടുകൂടി നിങ്ങൾക്ക് അങ്ങോട്ട് പരാതിപ്പെടുത്താൻ പോരായിരുന്നോ? നിങ്ങൾ ആക്രമിച്ചിരിക്കുന്ന PSCയാണ്, നിങ്ങൾ ആക്രമിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെയാണ്, നിങ്ങൾ ആക്രമിച്ചിരിക്കുന്ന ഒരു പാവപ്പെട്ട ദമ്പതികളെയാണ്. ഇത് കേരളം നിങ്ങൾക്ക് മറുപടി പറയും. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ കേരളീയ പൊതുസമൂഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, PSCയെ കച്ചവടത്തിന് ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, PSC അംഗമാക്കാമെന്ന് പറഞ്ഞ് കച്ചവടം ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് യൂത്ത് കോൺഗ്രസിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ കയ്യിലുണ്ടെങ്കിൽ അവരത് പുറത്തുവിടേണ്ടത് പൊതുസമൂഹത്തിന് മുന്നിൽ കൂടിയാണ്. കാരണം ഈ പൊതുസമൂഹമാണ് ഉത്തരവാദിത്തത്തോടെ ജനപ്രതിനിധികളായി അവരെയൊക്കെ നിയമസഭയിലേക്ക് അയച്ചിരിക്കുന്നത്. ആരോപണമായി കേട്ടിരിക്കാൻ ഇനി പൊതുജനത്തിന് മനസ്സില്ല. അതുകൊണ്ട് പൊതുജനം ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. റിപ്പോർട്ടർ ആസ് എ മീഡിയ ആക്ടിവിസ്റ്റ്. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി ശ്രീ വൈശാൽ കല്ലാട്ട, ഒപ്പം ശ്രീ റെജി ലൂക്കോസ്.